ഈ സിനിമയുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഈ സിനിമയുടെ ഷൂട്ട് നടന്നത് 2 ഷെഡ്യൂളായിട്ടാണ് നടന്നത്. അതിൽ മെയിൻ ആയിട്ട് ഷൂട്ട് നടന്നത് കോഴിക്കോടാണ്. പിന്നെ കുറച്ച് ഷൂട്ട് നമ്മളെ എറണാകുളത്തും ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ എക്സ്പീരിയൻസ്? ലൊക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മള് ഭയങ്കര വലിയൊരു പടമല്ല, ചെറിയൊരു പടമാണ്. പക്ഷെ അതിന്റെ ലൊക്കേഷൻ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞങ്ങൾ പല ലൊക്കേഷനിലേക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ലൊക്കേഷൻ മാറി ചേഞ്ച് ആയിട്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ചൊക്കെ എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെ എല്ലാവരും ഒക്കെ ഒരുമിച്ചൊക്കെയാണ് ട്രാവലൊക്കെ ചെയ്തത്. അപ്പൊ അത് നല്ല രസമായിരുന്നു. അല്ലാത്ത ടൈമൊക്കെ നമുക്ക് കൂടുതൽ ഒരു തറവാട് പോലത്തെ വീടൊക്കെ ആയിരുന്നു. ഇപ്പൊ എനിക്കൊക്കെ ആണല്ലോ എന്റെ വീടൊക്കെ ആയിട്ട്. അപ്പം ആ വീട് അങ്ങനെ കഥാപാത്രത്തിൽ അങ്ങനെ വരും. സോങ്ങിന്റെ സമയത്താണ് നമ്മൾ കുറെ ട്രാവൽ ചെയ്തു. നമ്മള് വാട്ടർഫോളിൽ അത് ഇത് കുറെ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അങ്ങനെ എനിക്കൊന്ന് കടമക്കുടിയൊക്കെ ഉണ്ടായിരുന്നു. കുറെ സ്ഥലത്തുണ്ട്, വരാപ്പുഴ കടന്നു കുറെ സ്ഥലത്തുണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു. അപ്പൊ ലൊക്കേഷൻ ടു ലൊക്കേഷൻ പോകും, അതിന്റെ ഇടയിൽ നമ്മളെ സംസാരവും ഇതും എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോഴുള്ള നമ്മള് സിനിമ അഭിനയിക്കുന്നവർ മാത്രമല്ല കേട്ടോ, പുറകിലുള്ള ക്രൂ മെമ്പേഴ്സും എല്ലാവരും നല്ല ഫണ്ണായിരുന്നു. അയ്യോ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എസ്പെഷ്യലി ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരും തന്നെ എടുത്തു പറയണം. ഞാൻ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു. എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കിയായിരുന്നു. അങ്ങനെ ഒരു സിനിമ സെറ്റിലോട്ടേക്ക് പോയതുകൊണ്ട് നീ പുതിയ ഒരാൾ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതേന്ന് തോന്നുന്നു. അതെ നമ്മള് കോമ്പിനേഷൻ ഉണ്ട്. അമിനായിട്ട് കുറെ കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ വേറെ ക്യാരക്ടേഴ്സ് ആയിട്ടും കോമ്പിനേഷൻ ഉണ്ട്. ഇത് നമ്മുടെ എനിക്ക് ഹരീഷ് കണാരഞ്ചേട്ടനായിട്ട് കോമ്പിനേഷൻ ഉണ്ട്, അച്ഛനായിട്ട് കോമ്പിനേഷൻ ഉണ്ട്, ആമി, പിന്നെ ഇതില് പ്രദീപ് ബാലൻ, രമേശ് കപട, കുറെ പേരുണ്ട്, കുറെ ആർട്ടിസ്റ്റ് നിരകൾ തന്നെയുണ്ട്, ഇന്ദ്രൻ സേട്ടൻ, ഇവരൊക്കെ ആയിട്ട് കോമ്പിനേഷൻ ഉണ്ട്.